പിതാവായ ദൈവമേ, പുതിയൊരു പ്രഭാതം കൂടി ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഇന്നത്തെ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ യാത്രയെ നീ സഫലമാക്കണമേ. ഈ വാഹനം നിയന്ത്രിക്കുന്നവരെയും ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഇന്നത്തെ യാത്ര ഏറ്റവും മനോഹരമാക്കുന്നതിന് നിന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ചുകൊണ്ട്, കരുണാമയനേ കാവൽ വിളക്കേ കനിവിൻ നാളമേ, അശരണരാകും ഞങ്ങളെയെല്ലാം അങ്ങിൽ ചേർക്കണേ, അഭയം നൽകണേ. ജിനേഷ് ഇബ്രാഹിം കല്ലേറ്റിങ്കര. സംവിധാന നിർവഹണം ഉണ്ണികൃഷ്ണൻ അന്നനാട്. ഗതാഗത നിയന്ത്രണം നവാസ് ആലുവ. ശബ്ദവും വെളിച്ചവും നൽകി നിങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നു ഡോൾബി ലൈറ്റ് ആൻഡ് സൗണ്ട് മേലോ. ഇതാണ് കേട്ടോ നമ്മുടെ ഈ യാത്രയുടെ കോർഡിനേറ്റർ ഡോൾബി ചേട്ടൻ. ആള് പാട്ടുപാടും, ഡാൻസ് കളിക്കും. അങ്ങനെ ഈ യാത്രയെ എങ്ങനെ ഒഴിപ്പിക്കാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്ന ഒരു കോർഡിനേറ്റർ കൂടിയാണ്. ഈ വണ്ടിയുടെ സാരഥി നവാസ് ചേട്ടനാണ്. മകരമാസത്തെ മഞ്ഞിൻ കണങ്ങളാൽ മുത്തുപോൽ തഴുകിയ പുല്ലിലൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് വേണ്ടി ഒരു കടയിൽ നിർത്തി. അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് എല്ലാവരും വണ്ടിയിൽ കയറി പാട്ടും പാടി യാത്ര തുടർന്നു. താളിക്കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ടയ്ക്ക മൂക്കിൽ എന്റെ വിരലുകൾ കൊണ്ടു. തക്കാളിക്കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ടയ്ക്ക മൂക്കിൽ എന്റെ വിരലുകൾ കൊണ്ടു. കൂർക്ക പോലുള്ളവളുടെ കണ്ണുകളിൽ ഞാൻ, കൂർക്ക പോലുള്ളവളുടെ കണ്ണുകളിൽ ഞാൻ വഴുതനങ്ങ മിനുസമുള്ള ഗ്ലേസിംഗ് കണ്ടു. തക്കാളി കവിളിൽ ഞാൻ തൊട്ടപ്പോൾ അവളുടെ വെണ്ടയ്ക്ക മൂക്കിൽ എന്റെ വിരലുകൾ കൊണ്ടു. സുപ്രഭാതം പാടും വണ്ണാത്തിക്കുരുവികൾ ഞങ്ങൾ നെയ്യിലൊളിക്കും പരമ്പൊരുളേ, നേരിനു നേരാ പരമ്പൊരുളേ, പരവശരാ ഈ ഏഴകൾക്ക് തരുമോ ശിവരാത്രി കൽക്കണ്ടം. നാടിൻ നന്മകനെ പൊന്മകനെ ഉത്തായവരെ മിന്നും സൂര്യനും ചന്ദ്രനും ആയവനെ കാലം കാത്തു വച്ച രക്ഷകന് സഭാരഹന് ഞങ്ങൾക്കണനായി വന്നവനെ. ഭയമേ മാറിക്കൂ നീ അണ്ണം വന്നാ കുമ്പിട്ടു നില്ല്, ഇരുട്ടിൽ സിറ്റി വാഴും രാജാവിന് എല്ലാരും ചൊല്ല് ഇവനെ ആശതൻ കണ്ണി
മുറുക്കിനു ചേർക്കണേ. കണ്ണിലാലന്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം ഗൽബിലറിഞ്ഞപ്പോൾ ഇന്നു ഞമ്മള് കയറ് പൊട്ടിയ വമ്പരം. കടയിലെ കോഞ്ഞ പാപ്പന്റെ വീഞ്ഞ പലകയിലാരടാ മാവേലി സ്റ്റോറിലെ ബലെഴുതി ആക്ഷേപിച്ചവനാരടാ കാഞ്ഞ കടയിലെ കോഞ്ഞ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഈ യാത്രയിലുള്ളവരെ പകുതി മുക്കാലും ആൾക്കാർ ആദ്യമായിട്ട് ഉല്ലാസയാത്രയിൽ പങ്കെടുക്കുന്നവരാണ്. അപ്പോൾ പാട്ടൊക്കെ പാടാൻ പറഞ്ഞപ്പോൾ ആദ്യം ഒരു ചമ്മലുണ്ടായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പാട്ടും പാടിയുള്ള ഒരു മനോഹരമായ യാത്രയാണ്. നമ്മൾ ആദ്യമായിട്ട് ചെന്നെത്തുന്നത് ഒരു ശർക്കര ഫാക്ടറിയിലോട്ടാണ്. അവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം. ശർക്കര എങ്ങനെ ഉണ്ടാക്കുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു വിവരണം നൽകുകയാണ് ഇവിടുത്തെ ജീവനക്കാരൻ. നമ്മൾ മറയൂരി കാന്തല്ലൂരിലെ കരിമ്പ് മാത്രം നമ്മൾ ശർക്കര ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മൾ നേരെ കരിമ്പ് അവിടെ നിന്നാണ് നേരെ കരിമ്പ് അൺലോഡ് ചെയ്യും. അവിടെ നിന്ന് നേരെ കരിമ്പ് അൺലോഡ് ചെയ്തിട്ട് കരിമ്പ് അവിടെ അടുക്കി വെച്ചിട്ട് ഫുള്ളായിട്ട് വാഷ് ചെയ്യും. കഴുകി വൃത്തിയാക്കിയ ശേഷമാണ് നമ്മൾ ആ മെഷീനിൽ കയറ്റുന്നത്. നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സ്പോർട്ടിങ് ചെയ്യുന്നതുകൊണ്ട് കരിമ്പ് നമ്മൾ വാഷ് ചെയ്തിട്ടാണ് നമ്മൾ കയറ്റുന്നത്. നേരെ കരിമ്പ് അവിടെ നിന്ന് ഫുള്ളായിട്ട് വാഷ് ചെയ്തിട്ട് ആ മെഷീനിൽ കയറ്റിട്ട് അരയ്ക്കുന്നത്. ആ മെഷീനിൽ കയറ്റി അരച്ചിട്ട് അതിൻ്റെ വേസ്റ്റ് നേരെ താഴോട്ട് പോകും. ആ വേസ്റ്റ് തന്നെയാണ് നമ്മൾ കത്തിക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്ക് പുറത്തുനിന്ന് വരെ കത്തിക്കാനൊന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല. എന്നിട്ട് ജ്യൂസ് ആ ചെറിയ ടാങ്ക് കണ്ടോ, ആ ചെറിയ ടാങ്കിൽ ഒരു ഫിൽട്രേഷൻ കഴിഞ്ഞ ശേഷം ആ ചെറിയ ടാങ്കിൽ ജ്യൂസ് ആഡ് ആവും. ജ്യൂസ് ആഡായ ശേഷം ആ മോട്ടർ വഴി നേരെ പമ്പ് ചെയ്തിട്ട് നേരെ ഈ ടാങ്കിലോട്ട് വരും. ഇതൊരു 1000 ലിറ്ററിന്റെ ടാങ്കാണ്. ഈ 1000 ലിറ്ററിന്റെ ടാങ്കിൽ 3 ഫിൽട്രേഷൻ ഉണ്ട്. ആ 3 ഫിൽറ്ററിങ് കഴിഞ്ഞ ശേഷം ഈ പൈപ്പ് കണക്ട് ചെയ്ത് 1000 ലിറ്റർ എന്നുള്ള ജ്യൂസ് നേരെ ഇതിലോട്ട് ഒഴിക്കും. ഈ 1000 ലിറ്റർ ജ്യൂസ് ഇതിലോട്ട് 120 ഡിഗ്രി ചൂടിൽ 3.5-4 മണിക്കൂർ തിളപ്പിക്കും. ഇതിൽ നമ്മൾ മൊളാസിസ് പറഞ്ഞ വേസ്റ്റ് ഉണ്ട്. ആ വേസ്റ്റ് നമ്മൾ എടുത്ത് കളയിച്ച്, അത് സ്പിരിറ്റിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്, വാറ്റാനും ബീറിനൊക്കെ ഉപയോഗിക്കുന്ന സാധനമാണ്. അത് നമ്മൾ എടുത്ത് കളയും. നമുക്കിത് ഗവൺമെന്റ് അപ്രൂവുള്ള സ്ഥാപനങ്ങൾ, നമുക്ക് പുറത്ത് കൊടുക്കാനുള്ള പെർമിഷൻ ഇല്ല. നമ്മളത് എടുത്ത് കളഞ്ഞ ശേഷം ഈ 1000 ലിറ്റർ ജ്യൂസിനെ 3.5-4 മണിക്കൂർ 120 ഡിഗ്രി ചൂടിൽ തിളപ്പിച്ച ശേഷം അത് 200 ലിറ്ററാക്കി വറ്റിക്കും, ലിക്വിഡ് ഫോമിലാക്കും. ആ ലിക്വിഡ് ഫോമിലാക്കിയ ശേഷം ഈ പൈപ്പ് ഓപ്പൺ ചെയ്ത് നേരെ ഇതിലോട്ട് ഒഴിക്കും. ഇതൊരു മാവിന്റെ പലകയാണ്. ഇതിൽ ജലാംശം വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. ഇതിലോട്ട് ഒഴിച്ച ശേഷം ഒരു 3/4 മണിക്കൂറോളം ഇളക്കി ഒരു 90 ഡിഗ്രി ചൂടിൽ തന്നെയാണ് ഈ ശർക്കര ഉരുട്ടിയെടുക്കുന്നത്. ഈ മറയു ശർക്കര എന്ന് പറയുന്നത് കൈപ്പാടി വരുന്നതാണ് ഒറിജിനൽ മറയു ശർക്കര. ഇതിൽ വരെ കെമിക്കലോ കാര്യങ്ങളോ ഒന്നും ആഡ് ചെയ്യുന്നില്ല, നാച്ചുറൽ ആയിട്ടാണ് ഇത് എടുക്കുന്നത്. ഈ 4 സൈഡ് ആഡ് ചെയ്ത് ബക്കറ്റ് വെള്ളം വെച്ച് ഓരോ മുക്കുമ്പോൾ കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഉരുട്ടിയെടുക്കുന്നത്. പിന്നെ ഇതിന് ശർക്കര പൊടിയുണ്ട്. ഷുഗർ പേഷ്യന്റിന് പഞ്ചസാരയ്ക്ക് വരും ചായയിലും കോഫിലിട്ട് യൂസ് ചെയ്യാം. എല്ലാവർക്കും കഴിക്കാം, ഷുഗർ പേഷ്യന്റിന് കഴിക്കാൻ പറ്റുന്നതാണ്. ചായയിലും കോഫിലിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ഷുഗർ അതിന് വരുന്നത്. നമുക്ക് ഈ 50, 60, 70, 100 രൂപയ്ക്കും കിട്ടുന്ന ശർക്കര മറയു ശർക്കര അല്ലാതെ. നമുക്ക് ഒറിജിനൽ മറയു ശർക്കര 1 കിലോ ഉണ്ടാക്കണമെങ്കിൽ 12 കിലോ കരിമ്പ് വേണം. 1 കിലോ കരിമ്പിന് 6 രൂപ 50 പൈസയാണ്. നമുക്ക് 12 കിലോ കരിമ്പ് വേണമെങ്കിൽ 73-76 രൂപേൻ്റെ അടുത്ത് വരും. പിന്നെ അതിൻ്റെ പ്രോസസ്സിംഗ് ചാർജ് 5% GST എല്ലാം കൂടി 104-105 രൂപേൻ്റെ അടുത്ത് ഇത് ഒരു കിലോ മറയു ശർക്കര ഉണ്ടാക്കാൻ വരും. ഇതാണ് ഒറിജിനൽ മറയു ശർക്കറിന്റെ റേറ്റ്. ഇതാണ്. നമുക്ക് ഭൗമസൂചിക പദവിയും കേരള അഗ്രോന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള മറയിൽ നമുക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറെ കെമിക്കലോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്ത് നാച്ചുറൽ ആയിട്ട് ഈ സാധനം എടുക്കുന്നത്. നമുക്ക് നമ്മുടെ ഔട്ട്ലെറ്റ് ആണ് മുകളിലുള്ളത്. നമുക്ക് അവിടെ നിന്ന് പർച്ചേസ്. വിവരണവും കേട്ട് മുകളിലുള്ള ഔട്ട്ലെറ്റിൽ നിന്നും ശർക്കര പൊടിയായിട്ടുള്ളതും കട്ടയായിട്ടുള്ളതും ഒക്കെ വാങ്ങി ഒരു കവറിലും ഇട്ട് പുറത്തോട്ടിറങ്ങുമ്പോഴാണ് മുമ്പിൽ ഒരു കുരങ്ങൻ ഞങ്ങളെ വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത്. പൊതിക്കെട്ടിലെല്ലാം അവന് തിന്നാനുണ്ടോ എന്നാണ് അവൻ്റെ ചിന്ത. അങ്ങനെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് നീങ്ങി. ഇനിയുള്ള യാത്ര ജീപ്പിലാണ്. ചന്ദനക്കാടുകളുടെ ഇടയിലൂടെയാണ് യാത്ര. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഒരു മാൻ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഡ്രൈവർ വണ്ടി സ്ലോ ചെയ്തു. ഞങ്ങൾ അതിൻ്റെ കാഴ്ചയും കണ്ട് ഞങ്ങൾ മുന്നോട്ട് നീങ്ങി. ചന്ദനമരം കാണുന്നതിന് വേണ്ടി ഡ്രൈവർ വണ്ടി ഒതുക്കി. അവിടെ നിന്നും ചന്ദനമരങ്ങൾ ഞങ്ങൾ കണ്ടു. അതിൽ നമ്പറുകൾ എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ ചന്ദനമരത്തിനും ഓരോരോ നമ്പറുകൾ അവർ രേഖപ്പെടുത്തിയിരിക്കുന്നു.
ഈ കാഴ്ചകളെല്ലാം കാണുന്ന ഇടയിലാണ് മുകളിൽ ഒരുത്തൻ ചാടി ഇറങ്ങി ഓടുന്നുണ്ട്, മലയണ്ണാൻ. അതിന്റെ കാഴ്ചയും ഞങ്ങൾ കണ്ടു. ഇവിടുത്തെ കാഴ്ചയും കണ്ട് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രയായി. കവുങ്ങുകളും തെങ്ങുകളും കരിമ്പുകളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ സ്ഥലത്തു കൂടിയുള്ള യാത്ര അതിമനോഹരമാണ്. അങ്ങനെ മലമുകളിൽ നീണ്ടു നിവർന്നു കിടക്കുന്ന റോഡിലൂടെ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോകുന്നു. സ്ട്രോബെറി കൃഷി ചെയ്യുന്ന സ്ഥലത്തേക്കാണ് ഇനിയുള്ള യാത്ര. ഇനി അവിടുത്തെ കാഴ്ച കാണാം. ഇനി പോകുന്നത് ഭ്രമരം എന്ന സിനിമ ഷൂട്ട് ചെയ്ത ലൊക്കേഷനിലോട്ടാണ്. നല്ല മനോഹരമായിട്ടുള്ള പ്രകൃതി ഭംഗി ആസ്വദിക്കുവാൻ പറ്റിയ സ്ഥലം.
ഇവിടുത്തെ കാഴ്ചയും കണ്ട് ഞങ്ങൾ തിരിച്ചു പോകുമ്പോഴാണ് ആപ്പിൾ മരത്തിൽ ഒരു ചെറിയൊരു ആപ്പിൾ ഉണ്ടായി കിടക്കുന്നത് കാണുന്നത്. അവിടുത്തെ കാഴ്ചയും കണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇവിടെ ഒരു അരുമ്പുലി വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറയുന്നത്. ആ വെള്ളച്ചാട്ടം ഒന്ന് കാണാം. വെള്ളം കുറച്ചേ ഉള്ളൂ, എന്നാലും കുറേ ആളുകൾ അവിടെയുണ്ട് ഇത് കാണുന്നതിന് വേണ്ടി. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശം കാന്തല്ലൂർ. അവിടെയുള്ള വളരെ പഴക്കമുള്ള മുനിയറകളാണ് ഈ കാണുന്നത്. നിരവധിയായിട്ടുള്ള സഞ്ചാരികളാണ് ഈ പ്രദേശത്ത് കടന്നു വരുന്നത്. ജീപ്പിൽ അതിസാഹസികമായ ഒരു അനുഭവം കൂടിയാണത്. കാഴ്ചകൾ അവസാനിക്കുന്നില്ല, യാത്രകളും.